വാർത്ത രാവിലെ അരുൺകുമാർ റിപ്പോർട്ടർ ചാനൽ പറഞ്ഞ ഒരു വാക്ക് നമ്മളിവിടെ പല തവണ ചർച്ചയിൽ ഇവിടെ പറഞ്ഞായിരുന്നു. ബോബി ചെമ്മണ്ണൂരുമായി ബന്ധപ്പെട്ട് പാഠം ഇതെല്ലാവർക്കും ഒരു പാഠമായിരിക്കണം എന്നാണ് പറഞ്ഞത്. പക്ഷെ പറഞ്ഞ് നാവ് വായിലിട്ടില്ല. ദേ അരുൺകുമാറും പെട്ടിരിക്കുകയാണ്. ജയൻ ടി വിയിൽ ഒരു വാർത്ത വന്നിട്ടുണ്ട്. ഒപ്പനയിലെ മണവാട്ടിയോട് ദ്വയാർത്ഥ പ്രയോഗം, അരുൺകുമാറിനും റിപ്പോർട്ടറിനുമെതിരെ കേസ് എടുത്തിരിക്കുന്നത് ബാലാവകാശ കമ്മീഷനാണ്. മാത്രമല്ല ബാലാവകാശ കമ്മീഷൻ ആ കേസ് പോലീസിന് കൈമാറിയിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ചെമ്മണ്ണൂർ പോയതുപോലെ അരുൺകുമാറും ജയിലിലേക്ക് പോകുമോ എന്നത് ആദ്യത്തെ ചോദ്യം. 2, അതും റിപ്പോർട്ടർ ലൈവായിട്ട് കാണിക്കുമോ? ഇതിൽ ഈ വാർത്തയുണ്ട്. ഈ വാർത്ത നമുക്ക് വിശദമായി പ്രേക്ഷകരെ കേൾപ്പിക്കാം. അതിനു മുമ്പായിട്ട് ഈ മാധ്യമപ്രവർത്തകർ എന്ന് പറയുന്ന ആളുകളുണ്ടല്ലോ, ഈ ബോബി ചെമ്മണ്ണൂർ ഒരു വലിയ ദ്വയാർത്ഥ പ്രയോഗം നടത്തിയിരിക്കുകയാണ്. ആ ദ്വയാർത്ഥ പ്രയോഗം നടത്തിയതിനെതിരായിട്ടുള്ള നടപടി എല്ലാവർക്കും ഒരു പാഠമാകണമെന്ന് പറഞ്ഞ ആളുകളാണ് ഈ പറയുന്ന റിപ്പോർട്ടർ ചാനലിൽ ഇരിക്കുന്ന ആളുകൾ എല്ലാവരും തന്നെ. അതുപോലെ തന്നെ മറ്റു മാധ്യമങ്ങളിലെല്ലാവരും ഇന്നലെയും ഇന്നുമായിട്ട് മാധ്യമ വിചാരണ നടത്തിക്കൊണ്ടിരിക്കുന്ന ആളുകളുണ്ട്. അതാണ് തെറ്റാണോ ശരിയാണ്, തെറ്റ് ചെയ്തോ ഇല്ലയോ എന്നൊക്കെ ഉള്ളത് രണ്ടാമത്തത്. ആ സമയത്ത് പോലും നമ്മൾ കൊടുക്കേണ്ട ചില പരിഗണനകളൊക്കെ ഉണ്ട്. ഒരാൾ തെറ്റ് ചെയ്യുമ്പോഴും അയാൾക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുമ്പോഴും അതൊരു ആഘോഷമാക്കി മാറ്റുന്ന ചില പ്രവണതകളുണ്ട് ഈ നാട്ടിൽ. അങ്ങനെ ഉള്ള പ്രവണതകൾക്കിടയിൽ അങ്ങനെ ശരികേടുകൾക്കെതിരെ ശബ്ദിക്കുമ്പോൾ ഞങ്ങൾ ശരികേട് ചെയ്താൽ ഞങ്ങൾ ശബ്ദിക്കില്ല എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. ഒരു പ്രധാനപ്പെട്ട ചാനലിന്റെ വണ്ടി ഇടിച്ചുകൊണ്ട് ഒരാൾ മരണപ്പെട്ടപ്പോൾ അതിനെതിരെ 2 പേർ മരണപ്പെട്ടപ്പോൾ അതിനെതിരെ വാർത്തകൾ ഒന്നും തന്നെ ഒരു മാധ്യമവും കൊടുത്തില്ല എന്നുള്ളതാണ്. എന്നിട്ട് പറയും ഞങ്ങൾ നിഷ്പക്ഷരാണ് എന്ന് പറയും. ഇവിടെ കലോത്സവ വേദി, സംസ്ഥാന സ്കൂൾ കലോത്സവം വളരെ ഭംഗിപൂർവ്വം നടന്നു. VD സതീശനടക്കം അതിന് സർക്കാരിനെ പ്രകീർത്തിച്ചിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായി അതിൻ്റെ തുടർച്ചയെന്നോണമാണ് ഇപ്പോൾ ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായിട്ടുള്ളത്. അതായത് അവിടെ ഒപ്പന കളിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കുട്ടിയോട് അവിടുത്തെ റിപ്പോർട്ടറിന്റെ ഒരു റിപ്പോർട്ടർ ടിവിയുടെ റിപ്പോർട്ടർ ചാനലിന്റെ ഒരു റിപ്പോർട്ടർ ഈ ഒപ്പനയെ പറ്റി ചോദിക്കുന്നതിന്റെ ഇടയിൽ കൂടെ ഒരു ദ്വയാർത്ഥ പ്രയോഗം വരുന്ന രീതിയിൽ, അതായത് ഒരു വൾഗറായ രീതിയിൽ പ്രയോഗം നമ്മൾ പറയുന്നില്ല, കാരണം അത് പറഞ്ഞാൽ നമ്മളും അവരും തമ്മിൽ വലിയ വ്യത്യാസമില്ല. അതുകൊണ്ട് ആ കുട്ടിയെ വീണ്ടും അപമാനിക്കാൻ ഞങ്ങൾക്ക് താല്പര്യമില്ല. അതുകൊണ്ടാണ് ഞങ്ങൾ ആ ദ്വയാർത്ഥ പ്രയോഗം എന്താണെന്ന് പറയാത്തത്. ദ്വയാർത്ഥ പ്രയോഗം നടത്തുന്നു. അങ്ങനെ ദ്വയാർത്ഥ പ്രയോഗം നടത്തിയതിന്റെ ഭാഗമായിട്ട് ഈ കുട്ടിയോട് ഇങ്ങനെ പറഞ്ഞതിന്റെ ഭാഗമായി കേസ് ബാലാവകാശ കമ്മീഷനിൽ വരികയാണ്. പരാതിക്കാരന്റെ പേര് എനിക്കറിയില്ല, നമുക്ക് ലഭ്യമായിട്ടില്ല. അങ്ങനെ പരാതിക്കാരൻ ഒരു പരാതി ബാലാവകാശ കമ്മീഷനിൽ കൊടുത്തിട്ടുണ്ട്. ബാലാവകാശ കമ്മീഷൻ അത് പരിശോധിച്ചതിന് ശേഷം ആ കേസ് പോലീസിന് കൈമാറിയിട്ടുണ്ട്. അതായത് കാര്യത്തിൽ കഴമ്പുണ്ട് എന്ന് ബാലാവകാശ കമ്മീഷന് ബോധ്യപ്പെട്ടിരിക്കുന്നു. തീർച്ചയായിട്ടും ഇത് ബോച്ചെ ഹണി റോസിനോട് പറഞ്ഞ ദ്വയാർത്ഥത്തെക്കാൾ വേറെ എന്താണ് ഈ പറയുന്നത് പോലെ പ്രധാനപ്പെട്ടതും ഗൗരവമുള്ളതുമാണ്. പെൺകുട്ടിയാണ് എന്ന് മാത്രമല്ല പ്രായപൂർത്തിയായിട്ടില്ല. അതെ, 18 വയസ്സ് തികയാത്ത പെൺകുട്ടിയാണ്. അതെ, തീർച്ചയായിട്ടും ആ ദ്വയാർത്ഥം എന്ന് പറയുന്നത് ഹണി റോസ് പ്രായപൂർത്തിയായ ഒരാളാണ്. ഹണി റോസിന് സ്വന്തമായി തീരുമാനങ്ങൾ എടുക്കാനും അത് പറയാനും പ്രായം ഉള്ള ഒരു പെൺകുട്ടിയാണ് ഹണി റോസ്. തീർച്ചയായിട്ടും ഹണി റോസിന്റെ നീക്കങ്ങൾ സ്വാഗതാർഹമാണ്. അതെല്ലാവർക്കും ഒരു പാഠവുമായിരിക്കണം. പക്ഷേ ഇവിടെ അതിന് ശേഷം ഈ റിപ്പോർട്ടർ ഈ പദപ്രയോഗം നടത്തിയതിന് തൊട്ടു പിന്നാലെയുള്ള വാർത്താവതരണത്തിൽ അരുൺകുമാറും ആ രീതിയിൽ ഒരു ദ്വയാർത്ഥ പ്രയോഗം നടത്തി എന്നുള്ളത് കൂടിയാണ് ആരോപണം വരുന്നത്. ഇവിടെ പറയുന്നത് റിപ്പോർട്ടർ ചാനലിനെതിരെ കേസ് എടുത്തിരിക്കുകയാണ് ബാലാവകാശ കമ്മീഷൻ. എന്തിനാണെന്ന് ചോദിച്ചാൽ കലോത്സവ റിപ്പോർട്ടിംഗിൽ ദ്വയാർത്ഥ പ്രയോഗം നടത്തി എന്നതാണ് കേസ്. ചാനലിലെ അവതാരകനായ അരുൺകുമാർ സഭ്യമല്ലാത്ത രീതിയിൽ സംസാരിച്ചു എന്ന് കമ്മീഷന്റെ കണ്ടെത്തൽ. ഇത് കമ്മീഷൻ കണ്ടെത്തിയിരിക്കുന്നതാണ്. ചാനൽ മേധാവിയിൽ നിന്ന് റിപ്പോർട്ട് തേടിയ ബാലാവകാശ കമ്മീഷൻ തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണറോടും റിപ്പോർട്ട് സമർപ്പിക്കാൻ നിർദ്ദേശിച്ചിട്ടുണ്ട്. അപ്പോൾ സംഗതി നിസ്സാരമല്ല, വളരെ ഗൗരവമേറിയതാണ്. തിരുവനന്തപുരത്ത് നടന്ന 63ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിനിടെയാണ് കേസിനാസ്പദമായ സംഭവം നടന്നത്. ഇതിന്റെ വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ വലിയ തോതിൽ ചർച്ചയായിരുന്നു. തുടർന്നാണ് ബാലാവകാശ കമ്മീഷൻ സ്വമേധയാ കേസെടുത്തത്. ആരും പരാതി കൊടുത്തിട്ടല്ല, ബാലാവകാശ കമ്മീഷൻ സ്വമേധയാ കേസെടുക്കുമ്പോൾ ആ കേസിന്റെ ഗൗരവം എത്രത്തോളമാണ് എന്ന് നമ്മൾ കൃത്യമായി പരിശോധിക്കേണ്ടതുണ്ട്. പ്രായപൂർത്തിയാകാത്ത ഒരു പെൺകുട്ടിയോടാണ് സഭ്യമല്ലാത്ത രീതിയിൽ ദ്വയാർത്ഥ പ്രയോഗം നടത്തിയത്. അത് കൃത്യമായി നടപടികളിലേക്ക് പോയാൽ ഏതൊക്കെ തരത്തിൽ അത് നടപടി വരും, ഏതൊക്കെ തരത്തിൽ ഇവരെയൊക്കെ അത് ബാധിക്കും, ഇവരൊക്കെ ഏതൊക്കെ തരത്തിൽ പാഠം പഠിക്കുമെന്നുള്ളത് കണ്ടു തന്നെ അറിയണം. ഒരു കാര്യം ഇടയിൽ പറഞ്ഞൂടെ തന്നെയാ,
ഈ ബോച്ചയ്ക്കെതിരെ രംഗത്ത് വന്ന വനിതാ സിംഗങ്ങളെല്ലാം, വനിതാ നേതാക്കന്മാരെല്ലാം വളരെ കൃത്യമായി വന്ന ആളുകളൊക്കെ ഉണ്ട്. യാഥാർത്ഥ്യ ബോധത്തോടു കൂടി പ്രതികരിച്ച സ്ത്രീപക്ഷ ആളുകളുണ്ട്, അവരെ അങ്ങനെ തന്നെ മാറ്റിവെക്കാം. അല്ലാത്ത ചില ആളുകളുണ്ട് കൃത്യമായ രണ്ട് സൈഡും പിടിച്ചുകൊണ്ട് സംസാരിച്ചതാണ്. അത് ന്യൂസ് 18-ലെ മഞ്ജുഷ് ഗോപാലൻ ആ വിഷയത്തെക്കുറിച്ച് സംസാരിച്ചപ്പോൾ പറയുന്നത് കേട്ടോ, അത് അവരുടെ മാത്രം അഭിപ്രായമാണ്. നല്ല അവരുടെ അഭിപ്രായത്തോട് ചേർന്ന് നിൽക്കുന്ന അനേകം സ്ത്രീകൾ ഇവിടെയുണ്ട്. രണ്ട് സൈഡും ഒരുപോലെ ചേർത്ത് നിർത്തിക്കൊണ്ടാണ് ഫറ സംസാരിച്ചത്. അത്തരത്തിൽ ഈ സ്ത്രീപക്ഷമായി സംസാരിക്കുന്ന ആളുകളുണ്ടല്ലോ, അവരും ഈ വിഷയത്തിൽ ഇതൊരു പെൺകുട്ടിയല്ല, സെലിബ്രിറ്റി അല്ല എന്നതുകൊണ്ട് ഈ കുട്ടിയുടെ കാര്യത്തിൽ ഇവരാരും രംഗത്ത് വരില്ലേ എന്നതൊരു ചോദ്യം കൂടിയാണ്. വരുമെങ്കിൽ നമ്മൾ കാണാമല്ലോ, നമ്മളിവിടെ ഉണ്ടല്ലോ, നമ്മളിവിടെ ഉണ്ട്, കാണാം. ഇന്നും എത്ര മാധ്യമങ്ങൾ ഇന്ന് ഈ വിഷയം ചർച്ച ചെയ്യും എന്ന് നമുക്ക് കാണാം. അതായത് ഇവിടുത്തെ യുവജന സംഘടനകളുണ്ട്, ഇവിടുത്തെ സ്ത്രീപക്ഷ സംഘടനകളുണ്ട്, ഇവിടുത്തെ നിരന്തരം സ്ത്രീകൾക്ക് വേണ്ടി ഇന്നലെയും മിനിയാന്നുമായി വാദിച്ചു കൊണ്ടിരുന്ന എല്ലാ മാധ്യമങ്ങളോടും മാധ്യമപ്രവർത്തകരോടും ഇതൊരു ഈ പറയുന്ന ഹണി റോസിന്റെ കേസിനേക്കാൾ ഏറെ ഗൗരവകരമായ പ്രായപൂർത്തിയാകാത്ത ഒരു കുട്ടിയോട് ദ്വയാർത്ഥ പ്രയോഗം നടത്തിയ കേസ് അതീവ പ്രാധാന്യമുള്ളതാണ്. അതും ഒരു മാധ്യമ പ്രവർത്തകന്റെ ഭാഗത്ത് ഉണ്ടാകുമ്പോൾ അതിലേറെ പ്രാധാന്യമുള്ളതാണ്. ആ പേര് നമുക്ക് കൃത്യമല്ലാത്തത് കൊണ്ട് മാത്രമാണ്. അതെ, അത് ഞാൻ ഉദ്ദേശിക്കുന്നത് ഈ അരുൺകുമാർ എന്ന് പറയുന്ന വ്യക്തി, അദ്ദേഹം വളരെ കൃത്യമായി കാര്യങ്ങൾ അവതരിപ്പിക്കുന്ന, എനിക്ക് പരിചയമുള്ള അരുൺകുമാർ വളരെ മാന്യനായി വാർത്ത അവതരിപ്പിക്കുന്ന മാന്യനായ ഒരു വ്യക്തി തന്നെയാണ്. അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയപരമായ കാര്യങ്ങളുള്ള അഭിപ്രായ വ്യത്യാസം ഉണ്ടായിരിക്കാം. അദ്ദേഹം വളരെ കൃത്യമായി കാര്യങ്ങൾ പറയുന്ന ആളാണ്. പക്ഷേ അദ്ദേഹത്തിന് ഏതെങ്കിലും തരത്തിൽ ഈ ഒരു കാര്യം പറ്റിയിട്ടുണ്ടെങ്കിൽ അദ്ദേഹം തന്നെയാണ് അത് വ്യക്തമാക്കേണ്ടത്. ഈ റിപ്പോർട്ടർക്കെതിരെ റിപ്പോർട്ടർ അവിടെ ചെന്ന് ഇത്തരത്തിലൊരു ദ്വയാർത്ഥ പ്രയോഗം നടത്തിയിട്ടുണ്ടെങ്കിൽ അതിനെ ചാനൽ ഒരിക്കലും ഓൺ ചെയ്യാൻ പാടില്ല. അവനെ സംരക്ഷിക്കുന്ന നിലപാട് റിപ്പോർട്ടർ സ്വീകരിക്കുമോ എന്നതും കൂടി നമുക്ക് കണ്ടറിയാം. കാരണം പ്രത്യേകിച്ച് ഒരു പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയോട് സഭ്യമല്ലാത്ത രീതിയിൽ സംസാരിച്ചാൽ ദ്വയാർത്ഥ പ്രയോഗം ആ കുട്ടിക്ക് ചിലപ്പോൾ അത് മനസ്സിലായിട്ട് പോലും ഉണ്ടാകില്ല. കാരണം അതിൻ്റെ പ്രായം അങ്ങനെയാണ്. കലോത്സവ വേദികളിലൊക്കെ കുട്ടികൾ വരുമ്പോൾ അവരുടെ മനസ്സിൽ എന്താണ്, സ്കൂളിനെ പ്രതിനിധീകരിച്ച് വരുന്നു, ഇതിൻ്റെ എ ഗ്രേഡൊക്കെ കിട്ടിയാൽ മാർക്കിൽ അവർക്ക് എന്തൊക്കെയോ കൂടുതലൊക്കെ കിട്ടും. അപ്പോൾ അവരുടെയൊക്കെ ഇന്നലെ ഞാനൊരു വീഡിയോ കണ്ടതിൽ ഒരു ഭരതനാട്യം അവതരിപ്പിക്കുന്ന ഒരു പെൺകുട്ടി ചെസ് നമ്പർ വിളിച്ചു പറയുമ്പോൾ അവൾ മൊബൈലിൽ നോക്കിയിട്ട് അവളുടെ കൈ ഇങ്ങനെ വെച്ചിട്ട് അവൾക്ക് എ ഗ്രേഡ് കിട്ടുന്നുണ്ടോ ആ മനസ്സിൻ്റെ ആ മുഖത്തിലുള്ള പ്രതിഫലിക്കുന്ന ഓരോ ഭാവങ്ങൾ. കാരണം എനിക്ക് കിട്ടുമോ, ഞാൻ വന്ന് കളിച്ചത് വെറുതെ ആയിപ്പോകുമോ എന്നൊക്കെയുള്ള. അപ്പോൾ കുട്ടികളുടെ മനസ്സ് മുഴുവൻ ഇതാണ്. അവർക്കവിടെ ജയം, തോൽവി, ഗ്രേഡ് ഇതൊക്കെയാണ് അവരുടെ മനസ്സിൽ, മറ്റൊന്നും അവരുടെ മനസ്സിലില്ല. അപ്പോൾ ഈ പറയുന്നത് എന്താണ് എന്ന് മനസ്സിലാക്കാൻ പോലുമുള്ള ഒരു പക്ഷേ അർത്ഥം മനസ്സിലാക്കുന്ന തരത്തിലുള്ള കാര്യങ്ങൾ പോലും കുട്ടികൾക്ക് അറിയണം എന്നില്ല. പക്ഷേ ഇവിടെ ആ വീഡിയോ വൈറലായപ്പോൾ അത് ബാലാവകാശ കമ്മീഷൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. ബാലാവകാശ കമ്മീഷൻ അതിന് കൃത്യമായ കേസ് സ്വമേധയാ കേസെടുത്ത് അത് സിറ്റി പോലീസ് കമ്മീഷണർക്ക് നിർദ്ദേശം നൽകി ഇക്കാര്യത്തിൽ കൂടുതൽ അന്വേഷണം നടത്തിയിട്ട് റിപ്പോർട്ട് സമർപ്പിക്കാൻ. മാത്രമല്ല റിപ്പോർട്ടർ ചാനലിൻ്റെ മേധാവിയോടും ഇതേക്കുറിച്ച് അന്വേഷണം നടത്തിയിട്ടുണ്ട് എന്നുള്ളത്. ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലാവുന്ന ഒരു വീഡിയോ ആയതുകൊണ്ട് ഞാൻ പറഞ്ഞിട്ടില്ല എന്ന് കൈമലർത്താൻ കഴിയില്ലല്ലോ. പറഞ്ഞത് തന്നെയാണ്. ബോധ്യപ്പെട്ടതും അങ്ങനെയാണല്ലോ. കമ്മീഷൻ ഈ വീഡിയോ നോക്കി കണ്ട് പരിശോധിച്ചിട്ടാണ് കേസ് എടുത്തിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ബാലാവകാശ കമ്മീഷൻ എടുത്ത കേസിന്റെ പുറത്താണ് നമ്മൾ സംസാരിക്കുന്നത്. തീർച്ചയായിട്ടും. അതുകൊണ്ട് പാഠങ്ങൾ പഠിക്കുമ്പോൾ എല്ലാവരും ഒരേ രീതിയിൽ പഠിക്കുക. കാരണം പണി എവിടെ കൂടെ ഏതൊക്കെ വഴിയിലാണ് വരുന്നത് എന്നുള്ളത് ആർക്കും അറിയാൻ കഴിയാത്ത രീതിയിലാണ് പൊക്കോണ്ടിരിക്കുന്നത്. സ്ത്രീപക്ഷത്തിന്റെ മേലങ്കി അണിയുന്ന ആളുകളുടെ യഥാർത്ഥ സ്വഭാവം നമുക്ക് ഇന്നും നാളെയുമായിട്ട് അറിയാം. ആരൊക്കെ ചർച്ച നടത്തും, ആരൊക്കെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇടും, ആരൊക്കെ പിന്തുണയുമായി എത്തും. ഇതൊരു പെൺകുട്ടി ആയതുകൊണ്ട് മാത്രം, അതായത് സെലിബ്രിറ്റി അല്ലാത്തത് കൊണ്ട് മാത്രം ആരൊക്കെ ചർച്ച ചെയ്യാതിരിക്കും എന്നൊക്കെ നമുക്ക് കൃത്യമായി അറിയാം. ഇനി ഒരു കേസ് വന്നു കഴിഞ്ഞാൽ കേസ് കോടതിയിലാണല്ലോ, നിങ്ങൾ എന്തിനാണ് അയാളെ കുറ്റവാളിയാണ് എന്ന് വിധിക്കുന്നതിന് മുമ്പ് ആ കുറ്റവാളിയാണ് എന്ന് വിധിക്കുന്നതിന് മുമ്പ് എന്തിനാണ് നിങ്ങൾ അദ്ദേഹത്തെ ഈ കുറ്റവാളിയാണ് എന്ന രീതിയിൽ പ്രതികരിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ അതൊന്നും ഞങ്ങളുടെ കാര്യമല്ല, ഞങ്ങൾ ഇതൊക്കെ വിചാരണ നടത്തുമെന്ന് പറയുന്നവർ സ്വയം വിചാരണ നടത്താൻ തയ്യാറാണോ എന്നുള്ളത് നമുക്ക് ഈ ഒരു കാര്യത്തിലൂടെ നമുക്കറിയാം.